ആലപ്പുഴ പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ നിന്ന് കുഴിച്ചെടുത്ത ശരീരഭാഗങ്ങൾ വിശദ പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശരീരാവശിഷ്ടങ്ങളുടെ DNA അടക്കമുള്ളവ പരിശോധനകൾ നടത്തും. ശരീരഭാഗങ്ങൾ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയുടേതെന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച്. കേസിൽ കസ്റ്റഡിയിലുള്ളയാളുടെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിരുന്നു. വിവരങ്ങൾ നൽകാൻ ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, മൃതദേഹം ഈ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? നൗഫൽ, ജൈനമ്മയുടേതാണ് മൃതദേഹമെന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമായിരിക്കും. പക്ഷേ ജൈനമ്മയാണ് മരണപ്പെട്ടതെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. കാരണം ഈ ജൈനമ്മയുടെ മരിച്ച സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊബൈൽ ഫോൺ, ഈ സെബാസ്റ്റ്യന്റെ മൊബൈൽ ഫോണും ചില ടവർ ലൊക്കേഷനുകളിൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കൂടാതെ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രേഖകളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. 2024 ഡിസംബർ 23-ാം തീയതിയാണ് ജൈനമ്മ എന്ന ഏറ്റുമാനൂർ അതിരമ്പത് സ്വദേശിയായ വീട്ടമ്മയെ കാണാതാകുന്നത്. അവരിങ്ങനെ ആലപ്പുഴയിലുള്ള ഒരു പ്രാർത്ഥനാലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാണ്. ധ്യാനത്തിന് പോയി ചില ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു മടങ്ങി വന്നിരുന്നത്. അതുകൊണ്ട് 4 ദിവസം കഴിഞ്ഞിട്ടും വരാത്തതിനെ തുടർന്ന് ഈ ജൈനമ്മയുടെ ഭർത്താവ് ഏറ്റുമാനൂർ പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റുമാനൂർ പോലീസ് പല അന്വേഷണങ്ങളും നടത്തുകയും ഈ കലവൂരും അതോടൊപ്പം ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ജൈനമ്മയുടെ നിന്ന് സംശയിക്കുന്നത് കണ്ടെത്തിയ സ്ഥലത്ത് അടക്കം പള്ളിപ്പുറത്തടക്കം ഏറ്റുമാനൂർ പോലീസ് എത്തി അന്വേഷണം നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെ ഈ ജൈനമ്മയുടെ സഹോദരൻ സാവിയോ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയും ഈ കേസന്വേഷണം തൃപ്തികരമല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. മെയ് മാസത്തിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു. തുടർന്ന് നടത്തിയ ചില നിർണായകമായ ഇടപെടലുകളും പരിശോധനകളുമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തിയത്. സെബാസ്റ്റ്യനെ നേരത്തെ തന്നെ ഏറ്റുമാനൂർ പോലീസിനും സംശയമുണ്ടായിരുന്നു. പക്ഷേ സെബാസ്റ്റ്യൻ പലപ്പോഴും ചോദ്യം ചെയ്യപ്പോഴും ഒന്നും ഈ ജൈനമ്മയുമായുള്ള പരിചയമോ സൗഹൃദമോ പങ്കുവച്ചിരുന്നില്ല. എന്തായാലും പിന്നീട് ഈ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചില കൃത്യമായ ഇടവേളകളിൽ ഓണാകുന്നു എന്നുള്ളത് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധന നടത്തിയപ്പോൾ പലയിടങ്ങളിലും ഈ സെബാസ്റ്റ്യന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ സെബാസ്റ്റ്യന്റെ നിരീക്ഷണത്തിലായിരുന്നു, ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായിരുന്നു സെബാസ്റ്റ്യൻ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിലുള്ള ഒരു മൊബൈൽ ഫോൺ കടയിലെത്തി ഈ മൊബൈൽ ഫോൺ ഇയാൾ ചാർജ് ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില ചോദ്യം ചെയ്യലുകളും അതോടൊപ്പം തന്നെ ഈ സ്വർണം പണയപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന ചില രേഖകളടക്കം ലഭിച്ചതോടുകൂടിയാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തിയത്. പിന്നീട് ഇയാളുടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പള്ളിപ്പുറത്ത് ഈ വലിയ ഏക്കർ പുരയിടത്തിലെത്തി പരിശോധന നടത്തുകയും ഈ മാലിന്യകുമാരത്തിനിടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. ഈ മൃതദേഹാവശിഷ്ടത്തിന് അധികകാലം പഴക്കമില്ല എന്നുള്ളതും ഈ മരിച്ചത് ജൈനമ്മയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. 2006 സമാനമായൊരു യുവതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ സെബാസ്റ്റ്യൻ പ്രതിയാണ്. പക്ഷേ ആ യുവതിയുടേതാണ് എന്ന് സംശയിക്കാൻ ഇത് സാധ്യതയില്ല. കാരണം ഈ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് അധികകാലം പഴക്കമില്ല. എന്തായാലും ജൈനമ്മയുടെ സഹോദരൻ സാവിയുടെ അടക്കമുള്ള DNA പരിശോധനയ്ക്ക് ഇന്ന് മെഡിക്കൽ കോളേജിൽ എത്തുവാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല. ആവശ്യമെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റ് അക്കൗണ്ട് ചെയ്യും. പള്ളിപ്പുറം പോലീസ് കൊലപാതകം അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ടുള്ള നടപടികൾക്ക് പോകുമെന്നാണ് പറയുന്നത്. ആവശ്യമെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരണം നടത്തുവാൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തുമെന്നും അല്ലെങ്കിൽ അതിന് വാർത്താ സമ്മേളനം വിളിക്കുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നൗഫൽ.